അപ്പം എല്ലാവർക്കും ബ്ലീഡ് ഫുട്ബോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്രയും ഒരു ട്രാൻസ്ഫർ സ്ട്രാറ്റജി ഉള്ള ഒരു ക്ലബ്ബ് വേറെ ഉണ്ടാവില്ല. ഞാനിപ്പം പറഞ്ഞു വരുന്നത് റയൽ മാഡ്രിഡിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു 2 ആഴ്ച മുന്നേ റയൽ മാഡ്രിഡ് കൊണാറ്റനെ സൈൻ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ അധികം ആൾക്കാരൊന്നും അത് വലിയ കാര്യമാക്കി എടുത്തില്ല. പക്ഷേ റയൽ മാഡ്രിഡ് കൊണാറ്റയ്ക്ക് വേണ്ടി പ്ലോട്ട് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 25 മില്യൺ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൊണാറ്റയ്ക്ക് ലിവർപൂളിൽ ഇനി ഒരു സീസൺ മാത്രമേ ബാക്കിയുള്ളൂ കരാറ്. അത് എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ അടുത്ത സീസണിൽ മിക്കവാറും ഫ്രീ ഏജൻ്റായിട്ട് ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ ചേരാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് പ്ലെയേഴ്സിനെ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങുന്ന ഒരേ ഒരു ക്ലബ്ബേ ഉള്ളൂ, റയൽ മാഡ്രിഡ്. അത് ഞാൻ കുറ്റം പറയുന്നതല്ല, അവരെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് അത്രയും ഹൈ വാല്യൂ ഉള്ള ഒരു ക്ലബ്ബ് ലോകത്തുണ്ടാവില്ല. ബെസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എതിർക്കാൻ കുറച്ച് ആൾക്കാർ ഉണ്ടാവുമെങ്കിലും റയൽ മാഡ്രിഡ് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബ്. ബാഴ്സലോണ, ലിവർപൂള്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ബയൺ മ്യൂണിക്ക് എന്ന പോലുള്ള ക്ലബ്ബുകളിലെ നമ്മളെ ഫാൻസൊക്കെ അല്ല നമ്മളെ ക്ലബ്ബാണ് ടോപ്പ് എന്ന് പറയുമെങ്കിലും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ദ ബെസ്റ്റ് ബ്രാൻഡഡ് ക്ലബ് ഇൻ ദ വേൾഡ് റയൽ മാഡ്രിഡ് ആണ്. അപ്പോൾ അവർക്കറിയാം, ഏതൊരു പ്ലെയേഴ്സിനെ ആയാലും അവർക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ 1-2 കൊല്ലം ബാക്കി ഉണ്ടാവുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇട്ട് നോക്കുക. ആ ഒരു പർട്ടിക്കുലർ കളിക്കാരന് പിന്നെ മനസ്സിലാവും റയൽ മാഡ്രിഡിന് എന്നോട് താല്പര്യമുണ്ട്. ആ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗിച്ചിട്ട് അധിക കളിക്കാരും സ്വന്തം ടീമിനെതിരെ വിലപേശുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഇതിനു മുന്നേ ഡേവിഡ് അലാബയുടെ ഒരു കാര്യം നമുക്കറിയാം. പുള്ളിക്കാരൻ്റെ കോൺട്രാക്റ്റ് തീരുന്ന സമയത്ത് റയൽ മാഡ്രിഡ് വന്ന് മുട്ടി. ആ ഒരു അഡ്വാൻറ്റേജ് വെച്ച് അലാബ ബയൺ മ്യൂണിക്കിനോട് തനിക്ക് മുള്ളർക്കും ന്യൂ ഇയറിനും ലെവൻഡോസ്കിയും കിട്ടുന്ന അതേ സാലറി തരണം എന്ന് പറഞ്ഞു. ബയൺ മ്യൂണിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അലാബ നേരെ നെക്സ്റ്റ് ഇയർ ഫ്രീ ട്രാൻസ്ഫറായി നേരെ റയൽ മാഡ്രിഡിൽ ചേർന്നു. റയൽ മാഡ്രിഡ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമൊന്നുമല്ല, 90s അവർ തുടങ്ങിയ ഒരു സംഭവമാണ് ഇത്. ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട് ലോകത്തിലെ ടോപ്പ് ടാലൻസിനെ സൈൻ ചെയ്യുന്നതാണ്. അതിൽ വൺ ഓഫ് ദ എക്സാമ്പിൾ ലിവർപൂളിൻ്റെ തന്നെ ഉണ്ട്. 1999 സ്റ്റീവ് മക്മനാമൻ ലിവർപൂളിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് പോയത് ഫ്രീ ട്രാൻസ്ഫറിലാണ്. ആ സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ടാലൻ്റ് ആയിരുന്നു മക്മനാമൻ. അതുകൂടാതെ മൊറിയൻസ്, അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സിനെ ആ സമയത്ത് റയൽ മാഡ്രിഡ് ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായി. അത് ഏറ്റവും കൂടുതൽ കണ്ടുവന്നത് ഈ അടുത്ത കാലത്താണ്. അലാബ, റുഡിഗർ, എന്തിന് എംബാപ്പെ, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ്, എംബാപ്പനെ വരെ ഫ്രീ ആയിട്ടാണ് റയൽ മാഡ്രിഡ് സൈൻ ചെയ്തത്. ട്രെൻഡ് അലക്സാണ്ടർ ആൾഡോണിനെ ഫ്രീ ആയിട്ട് സൈൻ ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിലും അവർ പെട്ടെന്ന് ആ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കേണ്ടി വന്നതുകൊണ്ട് ഒരു 10 മില്യൺ ലിവർപൂളിന് കിട്ടിയില്ലെങ്കിൽ ആ ഒരു 10 മില്യൺ കിട്ടില്ലായിരുന്നു. അടുത്ത മാസം ഫ്രീ ആയിട്ട് റയൽ മാഡ്രിഡിലേക്ക് ചേരാൻ സാധിക്കുമായിരുന്നു ആർണോൾഡിന്. ഇതൊരു മോശം സ്ട്രാറ്റജി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു പർട്ടിക്കുലർ പാരന്റ് ക്ലബിനാണ്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചോളം ഫ്രീ ആയിട്ട് ഇത്രയും 100 മില്യണൊക്കെ പോകുന്ന എംബാപ്പേനെന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് സൈൻ ചെയ്യണമെങ്കിൽ എത്ര മില്യൺ കൊടുക്കണമെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയുള്ള പ്ലെയേഴ്സിനൊക്കെ ഫ്രീ ആയിട്ട് സൈൻ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ പി എസ് ജിനെ സംബന്ധിച്ച് എംബാപ്പേനെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുക ഒരു 150 മില്യണൊക്കെ കൂളായിട്ട് കിട്ടുമായിരുന്നു ആ സമയത്ത്. ഇല്ലെങ്കിൽ ഒരു 200 മില്യൻ്റെ അടുത്തൊക്കെ കൂളായിട്ട് പോകുമായിരുന്നു. ഇപ്പം കൊണാറ്റയ്ക്ക് വേണ്ടിയിട്ടും റയൽ മാഡ്രിഡ് രംഗത്തിറങ്ങിയിട്ടല്ല. കൊണാറ്റയ്ക്ക് ഇനി ഒരു സീസൺ മാത്രമേ ബാക്കിയുള്ളൂ. ലിവർപൂൾ ഓൾറെഡി 2 ഓഫർ പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 ഓഫറും കൊണാറ്റ നിരസിച്ചു എന്നാണല്ലോ വാർത്ത വന്നത്. ഇനി ഒരു 3ാമത്തെ ഓഫറും കൊടുത്തതിന് ശേഷം നിരസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം, മിക്കവാറും അടുത്ത സീസൺ, ഈ സീസൺ കഴിഞ്ഞ് വരുന്ന 25-26 സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ഏജൻ്റായിട്ട് മിക്കവാറും ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോകാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആക്ച്വലി ബിക്കോസ് ഐ ലൈക്ക് കൊണാട്ടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ സെൻറ്റർ ബാക്കാണ്, നല്ല ഹൈറ്റ് ഉണ്ട്, മോശമില്ലാത്ത സ്പീഡും ഉണ്ട്. പിന്നെ വാൻഡൈക്കിൻ്റെ കൂടെ കളിച്ചിട്ടുള്ള പരിചയമുണ്ട്, നല്ലൊരു പാർട്ട്ണർഷിപ്പും അവർ ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊണാറ്റെ ഒരു സെനോറെ ഞാൻ പറയാം, കൊണാറ്റെ ഈ സമയത്ത് ലിവർപൂളിന് സൈൻ ചെയ്തില്ലെങ്കിൽ ലിവർപൂളിൻ്റെ അടുത്ത് വരാൻ പോകുന്ന ഒരു 2 സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം വാൻഡൈക്ക് 2 വർഷം കഴിഞ്ഞാൽ മിക്കവാറും പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ കൊണാറ്റെ ഈ സീസൺ സൈൻ ചെയ്തില്ല,
അത് കഴിഞ്ഞ് അടുത്ത സീസണിൽ ഫ്രീ ആയിട്ട് പോവുകയും ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് ടോപ്പ് 2 സെൻറ്റർ ബാക്കിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതും 1-2 സീസണിനുള്ളിൽ. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. വിചാരിച്ച പോലെ നമുക്ക് പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് സിസ്റ്റേഴ്സിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് തള്ളിയിട്ടിട്ട് അവർ മുന്നത്തെ സെൻറ്റർ ബാക്കിൻ്റെ അതേ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് ലിവർപൂളിന് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മാക്സിമം എത്രയാണോ ഒരു വേജ് പുള്ളിക്കാരൻ ചോദിക്കുന്നത് അത് മുഴുവൻ നൽകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ലിവർപൂൾ ഒരു സ്ട്രിക്റ്റ് വേജ് സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. ചെൽസിനെ പോലെയോ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിനെ പോലെയോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പോലെയോ ഇങ്ങനെ വാരിക്കോരി വേജ് കൊടുക്കുന്ന ഒരു ടീമല്ല ലിവർപൂൾ. മിക്കവാറും 2 വർഷത്തിനുള്ളിൽ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ലിവർപൂളിന് ഭയങ്കര പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു നെഗോസിയേഷൻ അല്ലെങ്കിൽ റയൽ മാഡ്രിഡിൻ്റെ ട്രാൻസ്ഫർ സ്ട്രാറ്റജി അത് മോശമാണെന്ന് ഞാൻ പറയില്ല. കാരണം ഏതൊരു വലിയ ക്ലബ്ബ് വന്ന് വിളിച്ചാലും റയൽ മാഡ്രിഡ് വന്ന് ഏതൊരു പ്ലെയറെ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരെ വാതിലിൽ നോക്ക് ചെയ്താൽ അവർക്ക് എല്ലാവർക്കും ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും റയൽ മാഡ്രിഡിൽ പോകാനും കളിക്കാനും. ഈ റയൽ മാഡ്രിഡിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മോശം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പാരൻ്റ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മോശമായ ഒരു കാര്യമാണ്. അതുകൂടാതെ പ്ലെയേഴ്സിന് അതൊരു അഡ്വാൻറ്റേജ് ആക്കി എടുത്തിട്ട് പാരൻ്റ് ക്ലബിനോട് വില പേശാനും സാധിക്കും. സാധാരണ അത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് വേറൊരു കമ്പനിയിൽ നിന്ന് നല്ല ഓഫർ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇല്ല കമ്പനിയിൽ നമ്മൾ റിസൈൻ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അവരെ HR ആയിട്ട് സംസാരിച്ച് ഓക്കെ എനിക്ക് ഇത്ര സാലറി ആ ഒരു പുതിയ കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, അപ്പോൾ എനിക്കിവിടെ സാലറി കൂട്ടി തരുവാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും, സാലറി കൂട്ടി തരില്ലെങ്കിൽ ഞാൻ അടുത്ത കമ്പനിയിലേക്ക് ചാടും എന്ന് എല്ലാവരും പറയും. ഈ വീഡിയോ കാണുന്ന നിങ്ങളും ചെയ്യും, ഞാനും ചെയ്യുന്ന ഒരു ഞാൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ നമുക്കതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഒരു കുഴപ്പം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ അത് പാരൻ്റ് ക്ലബിന് യാതൊരു വിധത്തിലുള്ള ഗുണവും ചെയ്യാതെ ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നതുകൊണ്ടാണ്. നമുക്ക് ട്രെൻഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ട്രെൻഡ് റയൽ മാഡ്രിഡിലേക്ക് പോയത് ഫ്രീ അല്ല 10 മില്യൺ. 10 മില്യൺ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചൊരു വാല്യൂ ആണ്. അത്രയും ഒരു ചെറിയ പൈസക്ക് റയൽ മാഡ്രിഡിലേക്ക് പോയാൽ എനിക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ഹെയ്റ്റൊന്നുമില്ല. പക്ഷേ ഒരു 2 കൊല്ലത്തെ ഒരു 3 കൊല്ലത്തെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു എമൗണ്ടിന് ഒരു 50 മില്യൺ 60 മില്യൺ ഒക്കെ ലിവർപൂളിന് കൊടുത്തിട്ട് ആ ഒരു ട്രാൻസ്ഫർ പോയിട്ടുണ്ടെങ്കിൽ ലിവർപൂളിനും അതൊരു ഗുണമാകുമായിരുന്നു. പക്ഷെ ഒരുപാട് ആൾക്കാർ പറയും ട്രെൻഡ് വർഷങ്ങളായി 10-18 കൊല്ലമായി ലിവർപൂളിൽ തന്നെ നിൽക്കുന്ന ഒരു പ്ലെയറാണ്, ഇനി എത്ര കാലം പുള്ളിക്കാരൻ അവിടെ നിൽക്കും എന്നിങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അതും ശരിയാണ്. പക്ഷേ നമ്മൾ ഒരു പാരൻ്റ് ക്ലബ്ബിൽ ബോയ്ഹുഡ് ക്ലബ്ബിൽ ഇത്രയും കാലം നിന്നിട്ട് വേറൊരു ക്ലബ്ബ് വന്ന് വിളിക്കുമ്പോൾ ഒരു ഉപകാരം ക്ലബിനില്ലാതെ ജസ്റ്റ് പോവുക എന്ന് പറഞ്ഞത് മാത്രമാണ് ഏകദേശം എല്ലാ ഫാൻസിനെയും ചൊടിപ്പിച്ചത്. അല്ലാതെ റയൽ മാഡ്രിഡിലേക്ക് പോയി പുതിയൊരു ലീഗിൽ കളിക്കുക, പുതിയൊരു എക്സ്പോഷർ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതിനെ ഓക്കെ, അത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇബ്രാഹിമ കൊണാറ്റയും ആ ഒരു രീതി ഫോളോ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ പറയാൻ പറ്റില്ല. ഇത് ഇപ്പോഴത്തെ പുതിയ വേൾഡിൽ പൈസ മുഖ്യമാണ്, അതുകൂടാതെ എക്സ്പോഷറും മുഖ്യമാണ്. പിന്നെ ഈ ഒരു എല്ലാ ലീഗും എല്ലാ ക്ലബ്ബും ബിസിനസ് മൈൻഡഡ് ആണ്. അപ്പോൾ നമ്മൾ ഫാൻസുകാർ ഭയങ്കര ആവേശത്തോടെ കളി കാണുന്ന പ്ലെയേഴ്സിനെ ആരാധിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ബിസിനസ് സൈഡ് വെച്ച് നോക്കുമ്പോൾ പ്ലെയേഴ്സ് ആയാലും ക്ലബ്ബായാലും അവർ അതിൻ്റേതായ ഒരു വഴിക്ക് മാത്രമേ പോകുള്ളൂ. അല്ലാതെ ഫാൻസിൻ്റെ ഇമോഷൻസ് വെച്ച് മാത്രം നോക്കുന്ന അല്ലെങ്കിൽ കളിക്കുന്ന കളിക്കാരൊക്കെ വളരെ കുറവാണ് ഈ കാലത്ത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.